മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം പഠന പരമ്പര തുടരുകയാണ്. ഇന്ന് 37-ാമത്തെ പാഠമാണ് പഠന വിധേയമാക്കുക. 201 മുതൽ 204 വരെയുള്ള പേജുകളിലാണ് ഈ പാഠഭാഗം കാണുന്നത്. ജോൺ സാറ് ഭാഷാന്തരം വരുത്തിയ പുസ്തകമാണ് നമ്മൾ പഠനത്തിന് ആസ്പദമായിട്ടെടുക്കുന്നത് എന്ന കാര്യം ഓർക്കുമല്ലോ. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ഈശോയെ, നിൻ്റെ കരുതലിന് കാവലിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വർത്തമാന പുസ്തകം പഠിക്കുന്ന ഓരോ ദിവസങ്ങളിലും നീ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിനും കരുതുന്നതിനും കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ കരുതലോടെ ഞങ്ങളെ നിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ വഴി നടത്തുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളാകുന്ന സഭയിലെ ആരാധനക്രമത്തോടും അതിൻ്റെ എല്ലാ നിയമങ്ങളോടും ചട്ടങ്ങളോടും ഒക്കെ പൂർണ്ണമായി വിധേയരായിരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. മറുവിധത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാനുള്ള ശക്തിയും കഴിവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും ചെയ്യണമേ. പരിശുദ്ധമ്മേ, മാതാവേ, മാർ യൂസേപ്പേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, പാറേമാക്കൽ തോമാ കത്തനാരുടെ വിഖ്യാതമായ വർത്തമാന പുസ്തകത്തിലെ 37-ാം പാഠത്തെ ആസ്പദമാക്കി അന്നത്തെ നസ്രാണി സമൂഹം പോർച്ചുഗൽ രാജ്ഞിയുടെ സർവാധികാരിക്കാർക്ക് സമർപ്പിച്ച അവകാശവാദങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് 5 പ്രധാന ആശയങ്ങളായി ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. 1. സ്വത്വബോധവും പാരമ്പര്യവും. കേരളത്തിലെ നസ്രാണികൾ തങ്ങളെ മാർത്തോമാ സുലൈഹായിൽ നിന്നും നേരിട്ട് വിശ്വാസം സ്വീകരിച്ചവരായും പുരാതനമായ തറവാടിത്തമുള്ള സമൂഹമായും അടയാളപ്പെടുത്തുന്നു. പോർച്ചുഗീസുകാരിൽ നിന്നും മതം മാറി വന്ന പുതു ക്രിസ്ത്യാനികൾ തങ്ങളെ ഭരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നവർ തറപ്പിച്ചു പറയുന്നു. സ്വന്തമായ റീത്തും ഭാഷയും ഉള്ള ഞങ്ങൾക്ക് തദ്ദേശീയരായ ഭരണാധികാരികളാണ് അനുയോജ്യമായതെന്ന് അവർ വാദിക്കുകയാണ്. വളരെ വ്യക്തമായി തന്നെ പോർച്ചുഗൽ രാജ്ഞിയുടെ സർവാധികാരിക്കാർക്ക് സമർപ്പിച്ചിരിക്കുന്ന അവകാശത്തിൽ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ മാർത്തോമാ നസ്രാണികളുടെ സ്വത്വബോധവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുവാൻ സ്വന്തമായൊരു റീത്തും ഭാഷയുമുള്ള ഞങ്ങൾക്ക് തദ്ദേശീയരായ ഭരണാധികാരികൾ തന്നെ അനുയോജ്യമാണെന്ന് അവർ വാദിക്കുകയാണ്. വളരെ വ്യക്തമായി, അതായത് തോമാ സുലൈഹായിൽ നിന്നും നേരിട്ട് വിശ്വാസം സ്വീകരിച്ചവരാണ്, പുരാതനമായ തറവാടിത്തമുള്ള സമൂഹമാണ് എന്ന് വളരെ ശക്തമായിട്ട് അവർ വാദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സന്യാസ സഭക്കാരോടുള്ള എതിർപ്പ്. മെത്രാന്മാരായി സന്യാസ സഭക്കാരെ നിയമിക്കുന്നതിനെ നസ്രാണികൾ ശക്തമായി എതിർത്തു. സന്യാസ ആശ്രമങ്ങളിൽ നിന്ന് അച്ചടക്കമില്ലാത്തവരെയും കലഹക്കാരെയുമാണ് പലപ്പോഴും മിഷണറിമാരായി പുറത്തേക്ക് അയക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. സന്യാസികൾക്ക് ഭരണപരിചയമില്ലാത്തതിനാൽ സഭാ നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാനും ഇത് കാരണമാകുന്നുവെന്ന് അവർ പറയുകയാണ്. തദ്ദേശീയരായ മെത്രാന്മാരെ ആവശ്യമാണ് എന്നതിന് ഓരോ കാര്യങ്ങൾ അവർ വ്യക്തമാക്കി അപേക്ഷയിൽ സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അധികാരവും സ്വത്ത് തർക്കവും. സന്യാസികൾ മെത്രാന്മാരായാൽ അവർ മരിക്കുമ്പോൾ അവരുടെ സ്വത്തുക്കൾ സന്യാസ സഭകൾ കൈക്കലാക്കുന്നു. വരാപ്പുഴയിൽ നടന്നത് അങ്ങനെയാണ്. ഇത് സഭയുടെ പൊതു സ്വത്തിന് ദോഷകരമാണ്. സുവിശേഷ പ്രചരണത്തേക്കാൾ ഉപരിയായി സമ്പത്ത് വാരിക്കൂട്ടാനും സ്വാധീനമുറപ്പിക്കാനുമാണ് പല മിഷണറിമാരും ശ്രമിക്കുന്നതെന്ന് വർത്തമാന പുസ്തകം തുറന്ന് പച്ചയായിട്ട് പറയുകയാണ്. നാലാമത്തെ ആശയം പറങ്കി മെത്രാൻ എന്ന ആവശ്യം. കർമ്മലിത്തക്കാർക്കോ കന്യടിമാർക്കോ പകരം
അറിവും ദൈവഭയവുമുള്ള ഒരു പറങ്കി പുരോഹിതനെ മെത്രാപ്പൊലീത്തയായി നിയമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇതിലൂടെ സഭയുടെ പഴയ പദവികൾ തിരികെ ലഭിക്കുമെന്നും മറ്റൊരു സമുദായത്തിനു കീഴിൽ കഴിയേണ്ടി വരില്ലെന്നും അവർ വിശ്വസിച്ചു. അഞ്ചാമത്തെ ആശയം ഇതാണ്: മിഷണറിമാരുടെ വീഴ്ചകളും ഉതപ്പുകളും. മിഷണറിമാരുടെ ഭവനങ്ങളിൽ നിന്നും സുഹൃതങ്ങൾ അകന്നിരിക്കുന്നുവെന്നും അവർ വിശ്വാസികൾക്ക് ദുർമാതൃക നൽകുന്നുവെന്നും അപേക്ഷയിൽ പറയുന്നു. സന്യാസാശ്രമത്തിൻ്റെ സംരക്ഷണയിൽ നിന്നും പുറത്തു വരുന്നവർ ലോകകാര്യങ്ങളിൽ അറിവില്ലാത്തവരാകുകയും അഹങ്കാരത്തിന് അടിപ്പെടുകയും ചെയ്യുന്നുവെന്ന് രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മുപ്പത്തിയേഴാം പാദത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന രേഖ ഏതാണ്? പോർച്ചുഗൽ രാജ്ഞിയുടെ സർവാധികാരിക്കാർക്ക് സമർപ്പിച്ച അവകാശ വിവരണം. മെത്രാപ്പൊലീത്തയായി ആരെ നിയമിക്കണമെന്നാണ് നസ്രാണികൾ അപേക്ഷിച്ചത്? അറിവും ദൈവഭയവും തറവാടിത്തവുമുള്ള ഒരു പറങ്കി പുരോഹിതനെ. കന്നഡിമാർ എന്നതുകൊണ്ട് വർത്തമാന പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ. സന്യാസ സഭക്കാരെ എന്തുകൊണ്ടാണ് നസ്രാണികൾ എതിർത്തത്? അവർ പലപ്പോഴും ഭരണപരിചയമില്ലാത്തവരും സഭയുടെ സ്വത്ത് സ്വന്തം സഭയിലേക്ക് കൈമാറുന്നവരും ആയതുകൊണ്ട്. നസ്രാണികൾ തങ്ങളുടെ ഉത്ഭവം ആരോടാണ് ചേർത്ത് പറയുന്നത്? മാർത്തോമാ ശ്ലീഹായോട്. കന്നഡിമാർ ഭരിക്കാൻ വന്നാൽ എന്തുണ്ടാകുമെന്നാണ് നസ്രാണികൾ ഭയപ്പെട്ടത്? സമുദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാരണം അന്തഃഛിദ്രവും കലഹവും ഉണ്ടാകും. സന്യാസികൾ മെത്രാന്മാരായാൽ അവരുടെ സ്വത്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? അവർ ഉൾപ്പെടുന്ന സന്യാസ സഭ ആ സ്വത്തുക്കളുടെ അവകാശികളായി വരുന്നു. വരാപ്പുഴയിലെ മെത്രാന്മാരെക്കുറിച്ച് വർത്തമാന പുസ്തകത്തിൽ പരാമർശിക്കുന്ന അനുഭവം എന്ത്? മെത്രാൻ മരിക്കുമ്പോൾ സ്വത്തുക്കൾ സന്യാസ സഭക്കാർക്ക് അവകാശപ്പെട്ടതായി മാറുന്നു. എന്തുകൊണ്ടാണ് പറങ്കി ഭാഷയിലുള്ള പകർപ്പ് വർത്തമാന പുസ്തകത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്? അത് സാധാരണക്കാർക്ക് ഉപകാരമില്ലാത്തതിനാലും എഴുതാൻ കൂടുതൽ സ്ഥലപരിമിതി ഉള്ളതിനാലും. രാജ്ഞിയുടെ കുമ്പസാരക്കാരനായ മെത്രാപ്പൊലീത്ത ആരായിരുന്നു? അദ്ദേഹം ഒരു സന്യാസി ആയിരുന്നു. മർത്തേഞ്ഞോ ദമലിന് സമർപ്പിച്ച ലത്തീൻ രേഖ എന്തായിരുന്നു? നിരണം പള്ളിയിലെ മാർത്തോമ മെത്രാൻ്റെ വിശ്വാസ പ്രഖ്യാപനം.